നമസ്കാരം, ഞാൻ അരവിന്ദ് ചന്ദ്രശേഖർ. ഡെയിലീസ് ഡോസ് ഓഫ് ചിന്തകൾ. എല്ലാ ദിവസവും ഓരോ പുതിയ ചിന്തകളുമായി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചർച്ച നടന്നു. അതായത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, അല്ലെങ്കിൽ ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? നമുക്ക് രാജ്യസ്നേഹമൊക്കെ വലുതാണ്, രാഷ്ട്രത്തെ മറ്റെന്തിനേക്കാളും വലുതായി കാണണം, അതൊക്കെ ശരിയാണ്. പക്ഷേ അതൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് ആ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് എൻ്റെ രാജ്യത്തെക്കാളിലും വലുതായി മറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ക്യാം സ്കാനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് നമ്മൾ വളരെ റെഗുലറായിട്ട് പല ആൾക്കാരും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ ഒന്നാണല്ലോ ടിക്ടോക്കും ക്യാം സ്കാനറും ഒക്കെ. അപ്പം ആ സുഹൃത്ത് തിരിച്ച് വളരെ ഇതായിട്ട് പറഞ്ഞു, വളരെ വൈകാരികമായി പ്രതികരിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ രാജ്യമാണ്, എൻ്റെ രാജ്യമാണ് ടിക്ടോക്കിനെക്കാട്ടിലും വലുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് സമയമെടുത്തു അതിനെക്കുറിച്ചൊന്ന് ഒരു മറുപടി പറയാൻ. കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് രാജ്യസ്നേഹം. അതിൻ്റെ കൂടെ രാജ്യം ചൈനയുമായി ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല, തൽക്കാലം അങ്ങനെയില്ല. രണ്ട് രാജ്യത്തിലുള്ള പട്ടാളക്കാരും അവരവരുടെ തിരിച്ച് അതിർത്തിയിൽ നിന്ന് പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആലോചിക്കാൻ സമയമെടുത്തത് എന്താണ് രാജ്യസ്നേഹം എന്നുള്ളതൊന്ന് ഡിഫൈൻ ചെയ്യുക. അതായത് നമ്മുടെ രാജ്യത്തിനെ മറ്റെന്തിനേക്കാട്ടിലും വലുതായിട്ട് സ്നേഹിക്കുക, അതാണല്ലോ രാജ്യസ്നേഹം. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവാണ് രാജ്യസ്നേഹം, വളരെ സെലക്റ്റീവായിട്ട് കാണുന്നത്. ഇപ്പം ഈ ചൈനീസ് ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ചൈനയുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മളിത് ആക്ച്വലി നമ്മളുടെ തുടക്കം നമ്മൾ ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, അല്ലെങ്കിൽ വിദേശികളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തെ കാലത്തിൻ്റെ തുടക്കത്തിൽ നിന്നായിരിക്കും നമുക്ക് ഈ ഒരു ചിന്ത, പ്രതിഷേധം സൂചിപ്പിക്കാനായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് തുടങ്ങി വെച്ചത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചരിത്രം ഒന്ന് ആലോചിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു രാജ്യത്തിൻ്റെ, ഒന്നാമത് ഈ ലോക രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ, അതായത് ഈ നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ടുള്ള കരാറുകൾ, ഗ്ലോബലൈസേഷനും ഈ 92-ന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ, ഏത് രാജ്യത്തിനും അവരുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനുള്ള കരാറുകൾ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നിയന്ത്രിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഒരു രാജ്യങ്ങളിലെ പ്രോഡക്റ്റ് നമുക്ക് വേണ്ടാന്നോ അത് വിൽക്കില്ല എന്ന് പറയാനോ പറ്റില്ല. ലോകം മുഴുവൻ ഒരൊറ്റ വിപണിയാണ്, ഒരൊറ്റ കമ്പോളമായിട്ട് കരുതുന്നതിൻ്റെ തുടക്കമായിരുന്നു ഗ്ലോബലൈസേഷൻ. അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ, അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു നമ്മുടെ ധനകാര്യമന്ത്രി. അപ്പോൾ അങ്ങനത്തെ കരാറുകളൊക്കെ നിലനിൽക്കുമ്പോൾ അത് പറ്റുമോ? രണ്ടൊന്ന്, നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഇപ്പം അസംബ്ലിങ്ങോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങോ ഒക്കെ ചൈനയിൽ തന്നെയാണ് നടക്കുന്നത്. ഒന്ന്, ലോകത്തിൻ്റെ വ്യവസായ വാണിജ്യ ഉൽപ്പാദനത്തിൻ്റെ തലസ്ഥാനമായി ചൈന മാറി എന്നുള്ളതൊരു എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചൈനയ്ക്കെതിരെയുള്ള പ്രതിഷേധക്കാർ ഉപയോഗിക്കുന്ന അമേരിക്കൻ പതാക വരെ ഈ ചൈനയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വായിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം ഇന്ത്യയിലും അത് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ബോയ്ക്കോട്ട് ചൈന എന്ന് പറയുന്ന ടീഷർട്ട്സും ബോയ്ക്കോട്ട് ചൈന എന്ന് പറയുന്ന ബാനറുകളും ഒക്കെ ചൈനക്കാർ തന്നെ വിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചൈന ഇങ്ങനെ മുൻപന്തിയിലേക്ക് വന്നത്? ഒന്ന്, ഇത്രയും ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യയെക്കാട്ടിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് ഏറ്റവും എഫക്റ്റീവായി തൊഴിലാളികളുടെ വേതനം കുറവായിരിക്കാം, ഒരുപാട് അവിടുത്തെ ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സൗകര്യങ്ങൾ, ഇതൊക്കെ ഭയങ്കര കൂടുതലാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാലത്തെ ചരിത്രമുണ്ട് ഈ ഒരു ചൈനയുടെ മുന്നേറ്റത്തിന് പുറകിൽ. ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടായതല്ല. അപ്പം നമ്മൾക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സെലക്റ്റീവായിട്ടുള്ള രാജ്യസ്നേഹം വരുന്നത്? അത് പ്രാക്ടിക്കലാണെന്ന് നമ്മുടെ ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ഈ സുഹൃത്തിനോട് തന്നെ പറഞ്ഞു,
ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം നമ്മൾ ഫോണുകൾ നോക്കിയാൽ, നമ്മുടെ ലാപ്ടോപ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്തും എല്ലാ കാര്യങ്ങളിലും ഒരു ചൈനയിൽ അസംബിൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചൈന മാനുഫാക്ചർ ചെയ്തതായിരിക്കും. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നിർത്തേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മൊത്തം വസ്തുക്കളുടെ ഒരു 60% സാധനങ്ങളും ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വന്നു. 60% എന്നുള്ളൊരു കൃത്യമായ ഇതൊന്നുമല്ല, പക്ഷെ ഞാൻ നമ്മൾ ഉപയോഗിക്കുന്ന മൊത്തം സാധനങ്ങളുടെ 100 നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60-65 ഈ പറയുന്ന ചൈനയിൽ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ചൈനയിൽ അസംബിൾ ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഇതൊരു സെലക്റ്റീവായിട്ടുള്ളൊരു ഔട്ട്റേജാണ്. രാജ്യത്തിൻ്റെ സ്നേഹം വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ കുറേ നാൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, പിന്നെ നമുക്ക് സൗകര്യമുള്ളപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ്. അതേസമയം നാട്ടിൽ ഇപ്പം നമ്മൾ പറയുകയാണ്, നമ്മൾ മുഴുവൻ തുക ആധാരത്തിൽ കാണിച്ച് നമുക്ക് ഒരു വസ്തു രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു രാജ്യസ്നേഹമൊന്നും അവിടെ കാണണമെന്നില്ല. അല്ലെങ്കിൽ കെട്ടിടം പണിയുന്ന അല്ലെങ്കിൽ വീട് പണിതുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു ബില്ല് വേണോ ബില്ല് വേണ്ടേ ഒന്ന് ഒരു കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 99% ആൾക്കാരും പറയും ആ ടാക്സിൻ്റെ എമൗണ്ട് അധികം വരുന്നുണ്ടെങ്കിൽ എനിക്ക് ബില്ല് വേണ്ട എന്ന് പറയും. ഇതൊക്കെ കുറച്ചു കാലം മുമ്പ് വരെ ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും GST വന്നതിന് ശേഷം ഇതിനൊക്കെ മാറ്റമുണ്ടെന്ന് പറയുമെങ്കിലും ഇതൊക്കെ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊന്നും, അതായത് രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് എത്തേണ്ട പൈസയെ തടയുന്ന ഒരു വലിയൊരു പ്രക്രിയയാണല്ലോ ഈ ബില്ലില്ലാതെ സാധനങ്ങൾ വാങ്ങിക്കുകയും അല്ലെങ്കിൽ ആധാരത്തിൽ കാണിക്കാതെ പകുതി ക്യാഷും ബാക്കി ചെക്കുമായിട്ടൊക്കെ സ്ഥലം വാങ്ങിക്കുന്നതും സ്ഥലം കൊടുക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ ഒരു രാജ്യസ്നേഹം കാണിക്കാത്തത്? അപ്പം എനിക്ക് മനസ്സിലാവുന്നത് ക്രിക്കറ്റ് കളിക്കുമ്പോഴും പിന്നെ അല്ലെങ്കിൽ യുദ്ധം വരുമ്പോഴും സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ള രാജ്യസ്നേഹമൊക്കെ ഉണ്ടാവാറുള്ളൂ. രാജ്യസ്നേഹം എല്ലാ ദിവസവും, ഞാനിത് പണ്ടൊരിക്കൽ ഇങ്ങനെ ഒരു ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു മഹത് വ്യക്തി, ആളുടെ പേര് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ആ വീട്ടിലുള്ള ആൾ പറഞ്ഞു, ഇത് നമ്മുടെ രാജ്യവും വേറൊരു രാജ്യം കൂടെ കളിക്കുന്നതല്ലേ. അല്ല പക്ഷെ ഇങ്ങനെ സമയം. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, അല്ല അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇതാണല്ലോ, ദേശസ്നേഹമുള്ളവരൊക്കെ അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു മറുപടി ഉണ്ട്, ഈ ക്രിക്കറ്റ് കളി ഇല്ലാത്തപ്പോഴും ദേശസ്നേഹം ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതോടുകൂടി എന്തോ ഒരു അസുഖകരമായ രീതിയിൽ ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. പക്ഷെ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, എല്ലാ ദിവസവും എല്ലാ നിമിഷവും വേണ്ട ഒരു കാര്യമാണ് നമ്മൾ ജനിച്ച നമ്മളുടെ നാടിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ദേശത്തോടുള്ള ഭക്തി. അപ്പോൾ അത് കാണിക്കേണ്ടത് വേറൊരു രാജ്യമുണ്ടാക്കിയ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ആവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തും വരെ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ദേശത്തോട് സ്നേഹം ഭക്തി ഉണ്ടായിരിക്കണമെന്ന് തെളിയിക്കുന്ന രീതിയിലാവണം. നമ്മൾ നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗതാഗത നിയമങ്ങൾ പാലിച്ചാണോ ചെയ്യുന്നത്? നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് നികുതി എത്തിക്കുന്നതാണോ? നമ്മൾ ആളുകളോട് പെരുമാറുന്ന രീതി, നമ്മൾ അതിനകത്ത് വംശീയതയില്ലാതിരിക്കുക, സ്നേഹമില്ലാതെ ഇരിക്കുക. ഇപ്പം തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ നിഴലിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാരെ ചൈനക്കാരെന്ന് വിളിക്കുന്നു. നമ്മളുടെ രാജ്യത്തുള്ള ആൾക്കാർ ആരാണെന്ന് പോലും നമുക്കറിയില്ല. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ ചൈനക്കാരാണ്, അവരുടെ രൂപവും ഭാവവും ഒക്കെ വെച്ചിട്ട് അവർ ചൈനക്കാരാണെന്ന് വിളിച്ച് അവരെ അധിക്ഷേപിക്കും. അപ്പോൾ ഇതൊക്കെയല്ലേ മാറേണ്ടത്? നമ്മൾ ആദ്യം നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പും അല്ലെങ്കിൽ ചൈനയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതിനൊക്കെ നമുക്കുണ്ടാവേണ്ടത്, നമുക്ക് ഓരോ നിമിഷവും രാജ്യത്തോട് ഭക്തിയുണ്ട് അല്ലെങ്കിൽ സ്നേഹമുണ്ടെന്ന് തെളിയിക്കപ്പെടേണ്ട ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തും ഒക്കെ നമ്മളുടെ രോഷം പ്രകടിപ്പിക്കുന്നത് ശരിക്കും താൽക്കാലികം മാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനോടുകൂടി ചേർത്ത് പറയേണ്ട വേറൊരു കാര്യം, നമ്മളൊരു കുട്ടി ജനിക്കുന്ന സമയമാകുമ്പം 6-7 മാസം കഴിയുമ്പോൾ തന്നെ ആ കുട്ടി താഴെ വീഴുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ നമ്മുടെ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി വീഴുമ്പോൾ ആദ്യം ആ കുട്ടി വീണത് സ്വാഭാവികമാണെന്നോ ആ വീഴ്ച കുഴപ്പമില്ല, എങ്ങനെയാണ് നടന്ന് പഠിക്കേണ്ടതെന്നൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷേ അതിന് പകരം നമ്മൾ ആ തറയിൽ ആഞ്ഞടിച്ച് എൻ്റെ കുട്ടിയെ വേദനിപ്പിച്ചോ, എൻ്റെ കുട്ടിയോ വീഴ്ത്തിയോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ തറയിൽ ആഞ്ഞടിച്ച് കുട്ടിക്ക് സന്തോഷം വരാനും കുട്ടിയുടെ കരച്ചിൽ നിർത്താനൊക്കെ പറയാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താനായിട്ട്
തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ പടി ഈ കുട്ടികളെ എങ്ങനെ വീഴുമ്പോൾ തറയിലടിച്ച് എൻ്റെ കുട്ടിയെ വേദനിപ്പിച്ചോ, എൻ്റെ കുട്ടിയെ വീഴ്ത്തിയോ എന്ന് ചോദിക്കുന്ന ഈ ഒരു ചോദ്യത്തിലൂടെയാണ്. നമ്മളുടെ തെറ്റുകൾ നമ്മുടേതല്ലെന്നും ഇത് മറ്റൊരാളുടെ മേലിലേക്കാണ് വെക്കേണ്ടതെന്നും ഒരു ഇന്ത്യക്കാരൻ ആദ്യം പഠിക്കുന്ന ഏറ്റവും തുടക്കം ഈ ഒരു ഇങ്ങനെയുള്ള ചില കുറ്റപ്പെടുത്തലിലൂടെയാണ്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ബ്ലെയിം ഗെയിം, അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്തുക. നമ്മൾ എന്തുകൊണ്ട് ഇത് ചൈന ഉണ്ടാക്കുന്ന പോലെയുള്ള മികച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ചൈന പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ ആപ്ലിക്കേഷനുകൾ, മൊബൈൽ ആപ്ലിക്കേഷനുകൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യക്കാർ നമ്പർ 1 ആകുന്നതിന് പകരം നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തി അവൻ തന്ന സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്ന ഈ ബ്ലെയിം ഗെയിമാണ് നമ്മൾ നിർത്തേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. അതൊക്കെ ചെയ്യേണ്ട ആൾക്കാർക്ക് അവരുടെ സ്വാതന്ത്ര്യം അവർ ചെയ്യട്ടെ. പക്ഷേ അതിനൊക്കെ മുമ്പ് നമ്മളുടെ മനോഭാവം മാറണം, ജോലിയോടുള്ള നമ്മുടെ മനോഭാവം മാറണം, രാജ്യത്തോടുള്ള മനോഭാവം മാറണം, നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളോടുള്ള മനോഭാവം, നമ്മുടെ ഇവിടുത്തെ ജീവികളോടുള്ള മനോഭാവം മാറണം. ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഒരാളുടെയും പ്രോഡക്റ്റ്സ് ഉപയോഗിക്കേണ്ടി വരില്ല, മറ്റുള്ള രാജ്യത്തുണ്ടാക്കിയ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കേണ്ടി വരില്ല, മറ്റുള്ള രാജ്യത്തുണ്ടാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് കരുതേണ്ടി വരില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് വിചാരിക്കാം. ആ ചോദ്യം ചോദിച്ച സുഹൃത്തിനോട് മറ്റെന്തിനേക്കാളും വലുതാണ് എൻ്റെ രാജ്യം എന്ന് അദ്ദേഹം പറഞ്ഞപ്പം എനിക്കും അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും തോന്നിയില്ല. മറ്റെന്തിനേക്കാളും വലുതാണ് നമുക്ക് നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. പക്ഷേ കഠിനാധ്വാനത്തോടു കൂടിയുള്ള, നല്ല അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നയിക്കുകയും അതുവഴി രാജ്യം ഒന്നാമതെത്തുകയുമല്ലേ വേണ്ടെന്നുള്ള ഈ ചിന്തയോടുകൂടി ഇവിടെ നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി.